ഇന്റലിജൻസ് വിവരങ്ങൾ ഉണ്ടായിട്ടും ആക്രമണം നടന്നു. കൂട്ടരെ, ഇവിടെ പുൽവാമ തീവ്രവാദി ആക്രമണമാണ് ഓർമ്മ വരുന്നത്. 2019 ജൂണിൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ജി കിഷൻ റെഡ്ഡി രാജ്യസഭയിൽ പറഞ്ഞത് യാതൊരു ഇന്റലിജൻസ് പരാജയവും ഉണ്ടായിട്ടില്ലെന്നാണ്. എന്നാൽ പിന്നീട് ഫ്രണ്ട് ലൈനിന്റെ ഒരു അന്വേഷണം വ്യക്തമാക്കിയത് ജനുവരി 2 മുതൽ ഫെബ്രുവരി 13 വരെ 11 ഇന്റലിജൻസ് ഇൻപുട്ടുകൾ നൽകിയിരുന്നുവെന്നാണ്. ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് ഒരു കിസാസ് അഥവാ പ്രതികാര നടപടി തീവ്രവാദികൾ നടത്തുമെന്നായിരുന്നു. പുൽവാമ. ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്ന് വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ഞാൻ ഇന്ന് പറയുന്നത് ഒരു ഏറ്റവും സുപ്രധാനമായ ഒരു വിവരവുമായിട്ടാണ് യഥാർത്ഥത്തിൽ ഇന്ന് സുനിത ദേവദാസ് തൻ്റെ വ്ളോഗ് ചെയ്തിട്ടുള്ളത്. ഈ രാജ്യത്തെ വിദ്വേഷം ലൈവായി നിലനിർത്താൻ വേണ്ടി നോക്കണം. ഈ രാജ്യത്തിൻ്റെ മതേതരത്വ സ്വഭാവം പൂർണ്ണമായി ഇല്ലാതാക്കാൻ വേണ്ടി ഭരണകൂട ഭീകരതയും അതോടൊപ്പം തന്നെ അതിന് അനുസൃതമായി ഒട്ടനേകം സംഗീത ചാനലുകളും ശക്തിമത്തായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ തൻ്റെ ശരീരവും തൻ്റെ ജീവനും ഒന്നും വിലവെക്കാതെ അതിശക്തമായിട്ടുള്ള സെക്കുലർ തട്ടകത്തിൽ നിന്നുകൊണ്ട് ഈ സുനിത ദേവദാസിൻ്റെ അതോടൊപ്പം തന്നെ ധ്രുവ് രാത്തി പോലെയുള്ള ആളുകളുടെ ശക്തിമത്തായിട്ടുള്ള പോരാട്ടം. യഥാർത്ഥത്തിൽ ഇവർക്കൊന്ന് ചെരിഞ്ഞു നിന്നാൽ മതി. ഫാസിസത്തോട് ഒന്ന് ചെറിയ ഒരു കൊത്തിപ്പിടിക്കൽ മാത്രം, ചെറുതായിട്ടൊന്ന് നിന്നാൽ മതി. ഇപ്പോൾ ഈ സംഘ മീഡിയകളും ചാണക മീഡിയകളും ഒക്കെ എന്തിനാണ് യഥാർത്ഥത്തിൽ ഇത്രയേറെ ചെരിഞ്ഞു നിൽക്കുന്നത്? അവർക്ക് രണ്ട് ഗുണമുണ്ട്. ഒന്ന്, അവരുടെ ഓരോ യൂട്യൂബിനും കിട്ടിക്കൊണ്ടിരിക്കുന്ന റീച്ച് വലിയ തരത്തിലാണെന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഇപ്പോൾ ന്യൂസ് 18, കേരളം, മലയാളം ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അതുപോലെ തന്നെ ഈ ചാണക സംഖ്യകൾ നടത്തുന്ന സർവ്വ ചാനലുകളും ഈ പഹൽഗാം സംഭവത്തോടു കൂടെ തന്നെ അത് ഭയങ്കര നെറുകയിലാണ്, വളരെ റീച്ച് കൂടിയിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും ടോപ്പ് ലെവലിലാണ് ഇപ്പോൾ റീച്ച് നിൽക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഈ സുനിതക്ക് അഥവാ സുനിത ദേവദാസിനും കഴിയുന്ന ഒരു പ്രവൃത്തി തന്നെയാണ്. അഥവാ അവർക്ക് അതിനനുസരിച്ച് സർഗവാസനയും അത് മനസ്സിലാക്കി ചെയ്യാനുള്ള കഴിവും അതിനുള്ള സാങ്കേതിക സൗകര്യങ്ങളും എല്ലാമുണ്ട്. അത് മുഴുവനും അവർ ഫാസിസ്റ്റുകൾക്ക് വേണ്ടി അഥവാ നിലവിലുള്ള ഭരണകൂടത്തിന് വേണ്ടി, സയനിസ്റ്റുകൾക്ക് വേണ്ടി ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അല്ലേ? തീർച്ചയായിട്ടും അവർക്ക് ചിലവാക്കാമായിരുന്നു അവിടെ ആ ഊർജം. വെറുതെ എങ്കിലും എന്തിനാണ് ഈ മർദ്ദിത ജനവിഭാഗത്തിന് വേണ്ടി, ഈ പാർശ്വവൽകൃതരായിട്ടുള്ള സമൂഹത്തിന് വേണ്ടി വർഗീയവാദി, ഭീകരവാദി എന്നൊക്കെ പേര് കേട്ടുകൊണ്ട് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. പക്ഷേ അതൊന്നും തന്നെ വകവെക്കാതെ യഥാർത്ഥത്തിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു വലിയ പോരാട്ടമാണ്. അഥവാ തിന്മയ്ക്കെതിരെ നന്മയുടെ ശക്തിമത്തായ ഒരു പോരാട്ടമാണ് യഥാർത്ഥത്തിൽ സുനിത ദേവദാസ് തൻ്റെ പരിമിതമായ കഴിവുകൾക്കുള്ളിൽ, പരിമിതം എന്ന് ഞാൻ പറഞ്ഞത് ഒന്നാമത്തത് അവർ ഇവിടെ അല്ല ഉള്ളത്, മറ്റൊരു വിദേശ രാജ്യത്താണ്. 2, അവർ ഒരു വനിതയാണ്. ആലോചിച്ച് നോക്കണം. അപ്പോൾ കുറേ പരിമിതികളുണ്ട്. കുടുംബവും കുട്ടികളും പ്രശ്നങ്ങളും തൻ്റെ ജോലികളും മറ്റു കുടുംബ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരിക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനു വേണ്ടി ഈ സംഖ്യകൾക്കൊന്ന് ചാഞ്ഞു നിന്ന് കൊടുത്താൽ തീർച്ചയായിട്ടും ലഭിക്കാവുന്ന നേട്ടങ്ങൾ വലുതാണ്. ഇന്ന് അങ്ങനെയല്ലേ? നമ്മുടെ സ്വന്തം സമുദായത്തിലെ AP അബ്ദുള്ള കുട്ടിക്ക് വരെ യഥാർത്ഥത്തിൽ എന്തെല്ലാം സൗഭാഗ്യങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാ ഓരോ സംഖ്യ ലെവലിലേക്ക് കടന്നു ചെന്നാൽ എല്ലാവർക്കും അവർ അർഹിക്കുന്നതിനേക്കാൾ അനർഹമായിട്ടുള്ള എല്ലാവിധ സുഖ സൗകര്യങ്ങളും ലഭിക്കുമായിരിക്കെ നോക്കണം. ഈ ശക്തിമത്തായിട്ട് ഈ വർഗീയതയെ തൻ്റെ തൂലിക കൊണ്ട് പൊരുതി പരാജയപ്പെടുത്തുന്നു എന്ന് പറഞ്ഞതുപോലെ തൻ്റെ തൻ്റെ നാവ് കൊണ്ട് അതിശക്തിമത്തായിട്ട് പ്രതിരോധിച്ചുകൊണ്ട് ആ സുനിത ദേവദാസ് നടത്തുന്ന വനിതാ പോരാട്ടം ആലോചിച്ച് നോക്കൂ. ചാൾച്ചി റാണിയെ, ബീഗം അഷ്റത്ത് മഹൽ തുടങ്ങിയിട്ടുള്ള സൈനബുൽ ഹൊസാലി തുടങ്ങിയിട്ടുള്ള ആ പേരുകളോട് വേണമെങ്കിൽ തുലനം ചെയ്യാവുന്നതാണ് ഈ കാലഘട്ടത്തിൽ. അത് ആ കാലഘട്ടത്തിലാണ്. ഇന്ന് ഈ സംഖ്യകൾക്കെതിരെ ഇത്രമാത്രം ശക്തിമത്തായിട്ട് ആരാണ് വേറെ ഇത് ചെയ്യുന്നത്? അതായത് ഈ രാജ്യത്ത് വിദ്വേഷമുണ്ടാക്കിയേ അടങ്ങൂ എന്ന് ശപഥമെടുത്തിട്ടുള്ളവരാണ് ഈ സംഗീത ചാനലുകൾ രാജ്യത്തെ. ആ സംഗീത ചാനലുകളാണ് കേരളത്തിൽ പോലും ഉള്ളത്. ആ സമയത്താണ് യഥാർത്ഥത്തിൽ തൻ്റെ സർവ്വ കഴിവുകളും അറിവുകളും വിവരങ്ങളും സാങ്കേതിക സൗകര്യങ്ങളും ഈ മർദ്ദിത ജനവിഭാഗത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തി ആലോചിച്ച് നോക്കൂ നിങ്ങൾ.
വളരെ വലിയ സംഭവം തന്നെയല്ലേ അത്. മറ്റുള്ളവരുടെ വെറുപ്പിന് മുഴുവൻ പാത്രമായി, വിദേശത്തിന് പാത്രമായി ഈ പാർശ്വവൽകൃതർക്ക് അല്ലെങ്കിൽ നീതിക്ക് വേണ്ടി അല്ലെങ്കിൽ മർദ്ദിതർക്ക് വേണ്ടി സത്യത്തിന് വേണ്ടി എന്തിനാണ് ഇങ്ങനെ പടപൊരുതുന്നത്? ആരും ചോദിച്ചു പോകും. പക്ഷേ ചില മനസ്സുകളും മനസാക്ഷിയുള്ളവരുടെ ചില മനസാക്ഷി എങ്ങനെയാണ്? അവർ എന്തിനാണ് ഒട്ടനേകം ആളുകൾ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതി വീണുപോയത്? ആലോചിച്ച് നോക്കൂ. നിങ്ങൾ എന്തെല്ലാം അവർക്ക് ലഭിക്കുമായിരുന്നു? അവർ യഥാർത്ഥത്തിൽ അവരുടെ നാശത്തെ അഥവാ അവരുടെ എന്താ പറയുക ഇല്ലായ്മയെ മുന്നിൽ കണ്ടുകൊണ്ട് തങ്ങൾക്ക് വരാൻ വക്കൻ അബ്ദുൽ ഖാദറിനെ പോലെയുള്ള ആ 36 വയസ്സ് പ്രായമുള്ള ആ ചെറുപ്പക്കാരൻ മുതൽ ആലോചിച്ച് നോക്കൂ. ഒട്ടനേകം ഹൈന്ദവ സഹോദരന്മാരും മുസ്ലിം സഹോദരന്മാരും ഈ രാജ്യത്തിന് വേണ്ടി പിടഞ്ഞു വീണു പോയത് യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയാണ്? അവർക്ക് വേണ്ടിയല്ല അവർ അതൊന്നും ചെയ്തത്. തങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നുവോ എന്ന് നോക്കിയിട്ട് ആ നിലപാടുകൾ എടുക്കുകയായിരുന്നു അവരുടെ പരിപാടിയെങ്കിൽ നമ്മൾ ഇന്നും ഈ അടിമത്തത്തിൽ അഥവാ ബ്രിട്ടീഷുകാരൻ്റെ അടിമത്തത്തിൽ തന്നെ കഴിയേണ്ടി വരുമായിരുന്നു അല്ലേ? അപ്പോൾ തങ്ങൾക്ക് വരാൻ പോകുന്ന ദുരിതങ്ങളെ ഒന്നും തന്നെ അവർ കണക്കിലെടുത്തിട്ടില്ല. ആ കാലത്തും ഇത്തരത്തിലുള്ള സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റിക്കൊടുത്തവരും ആലോചിച്ച് നോക്കൂ. ആ സ്വാതന്ത്ര്യ സമരത്തെ വിള്ളലുണ്ടാക്കുന്നവരുമായ അക്കാലത്ത് ക്രിസംഗികളാണ്. യഥാർത്ഥത്തിൽ ഈ പറയുന്ന എന്താ പറയുക നസ്രാനി ടീമുകളാണ് അന്ന് ഈ പറയുന്ന ഈ പോരാട്ടത്തിലൊന്നും പങ്കുവഹിക്കാതെ അവിടെ തടി കേടാവാതെ എന്ന് നമ്മൾ പറയുമല്ലോ. തടി കേടാവാതെ എല്ലാവിധ താല്പര്യങ്ങളും നോക്കണം. താല്പര്യങ്ങളും ഈ പറയുന്നവർക്ക് വേണ്ടി പ്രവർത്തിച്ച് അഥവാ വിദേശ ഭരണകൂടത്തിന് വേണ്ടി 2 കാരണങ്ങളുണ്ട്. അത് ഒന്ന് അവരുടെ കാല് നക്കിക്കൊടുത്താൽ അവർക്ക് നല്ല പദവി കിട്ടും. പിന്നെ അവരും ഇവരും ക്രിസ്ത്യാനികൾ തന്നെയാണ്, അപ്പം ഞമ്മൻ്റെ ആളാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ കൂടാലോ. ബൈബിളിൻ്റെ ആളുകളാണല്ലോ ഇരു കൂട്ടരും. പക്ഷേ അപ്പോൾ ആരും ഞമ്മൻ്റെ ആളാണ് എന്ന് പറയാൻ ആരുമില്ല. ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഈ എന്താ പറയുക സ്വാതന്ത്ര്യ സമര കാലത്ത് പോലും ബ്രിട്ടീഷുകാരുടെ പാദസേവകരായിരുന്ന ക്രിസംഗികൾ ഉന്നത സ്ഥാനത്താണ്. അതോടൊപ്പം തന്നെ മുസ്ലിം സമൂഹമാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന അധിനിവേശക്കാരെ ശക്തിമത്തായിട്ട് വിരട്ടി ഓടിച്ചത്. ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് തങ്ങൾക്ക് എന്തു സംഭവിക്കുന്നു എന്ന് നോക്കിയിട്ടല്ല സത്യത്തിൽ അവരൊന്നും തന്നെ പ്രവർത്തിച്ചത്. തടി കേടാവാതെ തങ്ങളുടെ കുടുംബത്തിന് പ്രശ്നം വരും, തങ്ങൾക്ക് പ്രശ്നം വരും അല്ലേ? അതൊന്നും അവർ നോക്കിയിട്ടില്ല. അപ്പോൾ എന്നതുപോലെയാണ് ഇപ്പോൾ തികഞ്ഞ അഥവാ സംഘികൾക്കെതിരെ ക്രിസംഗികൾക്കെതിരെ മുസംഗികൾക്കെതിരെ തന്നാലാവും വിധം പൊരുതിക്കൊണ്ടിരിക്കുന്ന ഒരു വനിതാ രത്നമാണ് യഥാർത്ഥത്തിൽ സുനിതാ ദേവദാസ്. അപ്പോൾ ഞാനിത് പറയാൻ കാരണം പ്രധാനമായിട്ട് എന്താ വെച്ചാൽ വേറെ അതിനു ബദലായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മതേതര ഫോറവും ഇപ്പോൾ ഇല്ല. അങ്ങനെ മതേതര ഫോറം വല്ലതും പറഞ്ഞാൽ തന്നെ ഇപ്പോൾ ഉദാഹരണം ഒരു വലിയ വാർത്താ വിനിമയ ചാനൽ കേരളത്തിലൊക്കെ ലഭിക്കുന്ന നിഷ്പക്ഷമായ വാർത്തകൾ ലഭിക്കും എന്ന് പ്രതീക്ഷിക്കാനാവുന്ന ഒരു വാർത്താ ചാനലും ഇന്ന് നമുക്കില്ല. ഒന്ന് മീഡിയ വണ്ണാണുള്ളത്. ഇവിടെ മീഡിയ വണ്ണിൻ്റെ വിശ്വാസ്യതയിൽ ജനങ്ങൾക്ക് സംശയം. എന്താ കാരണം? അത് മുസ്ലിങ്ങൾ നടത്തുന്നതാണ്, അത് ജമാഅത്തെ ഇസ്ലാമി നടത്തുന്നതാണ്, പിന്നെ ദർശന ടി വിയാണ്. ആ ടി വിൻ്റെ കഥ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. യഥാർത്ഥത്തിൽ ഒരു ടി വി അഥവാ ഒരു സംവിധാനം അഥവാ ഒരു സൈബർ സംവിധാനം എന്ന് നിലയ്ക്ക് ഒരു സോഷ്യൽ മീഡിയ എന്ന നിലയ്ക്ക് അല്പമെങ്കിലും വിശ്വസിക്കാവുന്നത് ഈ മീഡിയ വൺ ചാനൽ മാത്രമേ ഉള്ളൂ. പക്ഷേ അതാവട്ടെ ആളുകളുടെ ക്രെഡിബിലിറ്റി ഇല്ല. ഞാൻ പറഞ്ഞില്ലേ മുസ്ലിങ്ങളുടെ ചാനൽ എന്ന നിലയ്ക്ക് ക്രെഡിബിലിറ്റി ഇല്ല. അവിടെയാണ് ഈ സുനിതാ ദേവദാസിനെ പോലെയുള്ള ആളുകളുടെ ഇത്രയും ശക്തിമത്തായിട്ടുള്ള ആ സാന്നിധ്യം അല്ലെങ്കിൽ അവരുടെ പ്രകടനം അനിവാര്യമായിത്തീരുന്നത്. കാരണം അതുകൂടെ ഇല്ലെങ്കിൽ ഈ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ കാര്യങ്ങൾ എന്തായിരിക്കും? കട്ടപ്പുകയായിരിക്കും. അവർക്ക് യാതൊരു രീതിയിലും അവരുടെ കാര്യങ്ങൾ അറിയുന്നില്ല. രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങളൊന്നും തന്നെ ആരും അറിയുകയില്ല. ഉദാഹരണം നമ്മൾക്ക് മനോരമ പത്രം നോക്കിയാൽ, മനോരമ ചാനൽ നോക്കിയാൽ, എന്നതുപോലെ തന്നെ ഏഷ്യാനെറ്റ് നോക്കിയാൽ, അതോടൊപ്പം തന്നെ മറ്റു വിവിധ മലയാള ചാനലുകളിലൊന്നും തന്നെ നിഷ്പക്ഷ വിവരങ്ങളില്ല. മറിച്ച് അവരൊക്കെ തന്നെ ഈ സംഘപരിവാരോടൊപ്പം ഒട്ടി നിൽക്കുന്ന അവരുടേതായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ് വാർത്ത ചെയ്യുന്നത്. ആലോചിച്ച് നോക്കൂ. ആ സമയത്താണ് ആരെയും ഭയപ്പെടാതെ സത്യം വെട്ടിത്തുറന്ന് തൻ്റെ ജീവിതത്തിന് എന്തു സംഭവിക്കുന്നുവോ, ഞാൻ നേരത്തെ പറഞ്ഞ പടക്കളത്തിൽ ഇറങ്ങുന്ന പോരാളികളെപ്പോലെ ഈ രാജ്യത്തിൻ്റെ അഭിമാനവും ഈ രാജ്യത്തിൻ്റെ മതേതരത്വ സ്വഭാവവും നിലനിർത്തുന്ന ആ ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഈ സുനിതാ ദേവദാസ് പടപൊരുതിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളത് കാണേണ്ടതും അറിയേണ്ടതും അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടതും തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നും സുനിതാ ദേവദാസിൻ്റെ
വ്ളോഗുകളെ കുറിച്ച് സംസാരിക്കുന്നത്. ഇപ്പോൾ ഇന്ന് ഞാനത് പറയാൻ കാരണം, ഞാൻ നേരത്തെ വെച്ചതുപോലെ ഒരു സുനിത ദേവദാസിൻ്റെ ഇന്ന് വന്നിട്ടുള്ള ഒരു വ്ളോഗിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് ഞാൻ വെച്ചത്. നിങ്ങൾ എന്തു തന്നെ ആയാലും നിങ്ങളുടെ ഏത് തിരക്കുണ്ടെങ്കിലും ആ വ്ളോഗ് നിങ്ങൾ സെർച്ച് ചെയ്ത് കാണണമെന്ന് പറയുകയാണ് ഞാൻ. എന്തുകൊണ്ടെന്നാൽ ഈ ആളുകളിലേക്ക് പരമാവധി ഈ സംഘി ഭീകരത, ക്രിസംഘി ഭീകരത, ഈ സൈനിസ്റ്റ് ഭീകരത ഒക്കെ ജനങ്ങൾ എന്താണെന്ന് കുറച്ചെങ്കിലും അല്പമെങ്കിലും അറിയുന്നതിന് ഇത്തരത്തിലുള്ള നിഷ്പക്ഷ ചാനലുകളെയാണ് നമ്മൾ കാണേണ്ടത്. അതുകൊണ്ടാണ് ആ ചാനൽ നിങ്ങൾ പ്രത്യക്ഷത്തിൽ കാണുക, നിങ്ങൾ സെർച്ച് ചെയ്ത് കാണുക എന്ന് പറഞ്ഞുകൊണ്ട് ആ സുനിത ദേവദാസിന് ആലോചിച്ച് നോക്കണം. അവരുടെ ആയുരാരോഗ്യ സൗഖ്യത്തിന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.